ഹലോ. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ നമ്മൾ തിരുവോണത്തിൻ്റെ അന്ന് ചെറിയൊരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു. ഒന്ന് രാവിലെ പോയിട്ട് ഉച്ച കഴിഞ്ഞപ്പോഴേക്കും തിരിച്ചെത്തിയൊരു ട്രിപ്പായിരുന്നു. അപ്പോൾ രാവിലെ എണീറ്റിട്ട് നമ്മൾ റെഡിയായി ഏകദേശം ഒരു 6:45 ആയപ്പോഴേക്കും തന്നെ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു. ഒരു 7:30 ആയപ്പോഴേക്കും നമ്മൾ പെരുമ്പാവൂരെത്തി. അവിടെ വെച്ചിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. നല്ല നെയ് റോസ്റ്റും കാപ്പിയും ഒക്കെ കുടിച്ചു. അങ്ങനെ റെസ്റ്റോറൻറ്റിൽ ഇരുന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് നമ്മൾ പ്രോപ്പർ ഒരു പ്ലേസ് ഡിസൈഡ് ചെയ്തത്. അതുവരെ നമുക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ മാമലക്കണ്ടം പോകാമെന്ന് വെച്ചു. പോകുന്ന വഴിക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതും ഇറങ്ങി കാണാം എന്നുള്ള പ്ലാനായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടുന്ന് പുറപ്പെട്ടിട്ട് നമ്മൾ നേരെ വിട്ടത് ഭൂതത്താൻകെട്ട് ഡാം കാണാൻ വേണ്ടിയിട്ടാണ്. അവിടെ ചെന്നപ്പോൾ അവിടെ ക്ലോസ്ഡ് ആയിരുന്നു. അല്ലെങ്കിൽ ഈ വെളുപ്പാങ്കാലത്തൊക്കെ ആര് വരാനായിട്ട് എന്നൊക്കെ വിചാരിച്ച് നിൽക്കുമ്പോഴാണ് നമ്മളെപ്പോലെ തന്നെ വന്നുപെട്ട 2 പിള്ളേരെ കണ്ടത്. അപ്പോൾ അവരാണ് പറഞ്ഞത് ഇവിടെ ക്ലോസ്ഡ് ആണ്, അപ്പുറത്ത് പാലത്തിൻ്റെ മുകളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഡാം കാണാമെന്ന്. അങ്ങനെ നമ്മൾ പാലത്തിൻ്റെ മുകളിൽ പോയിട്ട് അവിടെ നിന്ന് ഡാമൊക്കെ കണ്ടു. കുറേ നേരം അവിടെ ടൈം സ്പെൻഡ് ചെയ്തു കേട്ടോ. കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. പിന്നെ നമ്മളുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞത് തട്ടേക്കാട് ബേർഡ് സാങ്ച്വറി ആയിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് അപ്പോഴേ പറഞ്ഞു അവിടെ പോകണ്ട, നിനക്ക് പ്രത്യേകിച്ച് കാണാനൊന്നും ഇല്ല എന്ന് പറഞ്ഞു. പക്ഷേ എനിക്കത് പറ്റില്ലല്ലോ, എനിക്ക് പോയാലേ പറ്റുള്ളൂ എന്നുള്ള വാശിയായിരുന്നു. അങ്ങനെ നമ്മൾ യാത്ര തിരിച്ചു. പോകുന്ന വഴിക്കൊക്കെ നല്ല കാഴ്ചകളായിരുന്നു കേട്ടോ. പച്ചപ്പും ഇളം തണുപ്പും ഒക്കെ ആയിട്ട് തട്ടേക്കാട് എത്തി. ടിക്കറ്റൊക്കെ എടുത്ത് കയറി. നമ്മളും അവിടെ വർക്ക് ചെയ്യുന്നവരും അല്ലാതെ അവിടെ വേറെ ആരും ഇല്ല. ഏകദേശം 9-10 ആയപ്പോഴേക്കും നമ്മളവിടെ എത്തിയിട്ടോ. അപ്പോൾ കുറേ നേരം അവിടെ കറങ്ങി നടന്ന് കണ്ടു. പ്രത്യേകിച്ചൊന്നും കാണാനില്ല. കൂട്ടിലിട്ടിരിക്കുന്ന 1-2 കിളികളെ കണ്ടു, അതല്ലാതെ അവിടെ ഒന്നുമില്ല. അപ്പോൾ ഞാൻ മൊത്തത്തിൽ ഒന്ന് ഡെസ്പായി. പിന്നെയാണെങ്കിൽ കിടവക കളിയാക്കലും ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടം വരെ വന്നിട്ട് പ്രത്യേകിച്ചൊന്നും കാണാനില്ലല്ലോ എന്നോർത്ത് ഇങ്ങനെ വിഷമിച്ച് നടക്കുമ്പോഴാണ് നമ്മൾ മയിലിനെ കണ്ടത്. അതായത് അവിടുത്തെ ആ കഫേയുടെ ഫ്രണ്ടിൽ തന്നെ ഒരു മയിൽ വന്നിട്ട് അങ്ങോട്ട് കൊത്തിപ്പറക്കി അങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു. അത് ഞാൻ ഇത്രയും അടുത്ത് മയിലിനെ കാണുന്നത് ആദ്യമായിട്ടാണ്. ഇതിന് മുന്നേ കണ്ടിട്ടുണ്ട്, പക്ഷെ എന്നാലും ഇത്രയും അടുത്ത് കണ്ടിട്ടില്ല. ചെറിയൊരു പേടി എനിക്കുണ്ടായിരുന്നു, അത് വെങ്ങാനും വന്ന് കുത്തുമോ എന്നുള്ളത്. പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ കുറച്ച് നേരം അതിനെ നോക്കി നിന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അതിനെ കാണാനായിട്ട്. അങ്ങനെ മയിലിനെയൊക്കെ കണ്ടിട്ട് നമ്മൾ അവിടുന്ന് പുറപ്പെട്ടു. പോകുന്ന വഴിക്ക് നമ്മൾ ഒരു കടവ് കണ്ടിട്ട് അവിടെ ഇറങ്ങി. അങ്ങനെ നമ്മൾ കുറച്ചധികം ടൈം അവിടെ സ്പെൻഡ് ചെയ്തു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. ഇതിവിടെ ആളുകൾ കുളിക്കാൻ വേണ്ടി വരുന്ന കടവാണ്. അപ്പോൾ കുളിക്കാനൊരു പയ്യൻ വന്നപ്പോഴേക്കും നമ്മൾ അവിടുന്ന് വേഗം പുറപ്പെട്ടു. ഇനി അങ്ങോട്ടാണ് എനിക്ക് ഈ ട്രിപ്പിൽ ഏറ്റവും ഇഷ്ടമായത്. അതായത് കുട്ടമ്പുഴ ഫോറസ്റ്റിലൂടെ ആയിരുന്നു ഇനിയുള്ള യാത്ര, അതും ബൈക്കിൽ. അത് ശരിക്കും വേർത്തായിരുന്നു. നമ്മൾ വഴിയെങ്ങാനും തെറ്റിയോന്നൊന്ന് ശങ്കിച്ച് നിൽക്കുമ്പോഴാണ് അവിടുത്തെ ഒരു നാട്ടുകാരൻ ചേട്ടനെ കണ്ടത്. അപ്പോൾ പുള്ളിയാണ് ഈ റൂട്ട് കാണിച്ചു തന്നത്. പിന്നെ അങ്ങോട്ട് അടിപൊളിയായിരുന്നു. വളരെ ഇടുങ്ങിയ റോഡാണ്, മാത്രമല്ല അത്യാവശ്യം മോശം റോഡായിരുന്നു. പക്ഷേ ആ വനത്തിലൂടെയുള്ള യാത്ര എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ടതുകൊണ്ട് ആ റോഡിൻ്റെ മോശാവസ്ഥ എനിക്ക് അത്ര സീനായിട്ട് തോന്നിയില്ല. ചിലപ്പോൾ എനിക്കത് അത്രത്തോളം ഇഷ്ടമായതുകൊണ്ടായിരിക്കാം. ഇടയ്ക്കൊക്കെ ആനപ്പിണ്ടമൊക്കെ കണ്ടപ്പോഴേക്കും എന്നെ ഒന്ന് പറഞ്ഞ് പേടിപ്പിക്കുന്നുണ്ടായിരുന്നു, ഇപ്പോൾ ആന വന്ന് പോയിട്ടുണ്ടാവുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ഞാനതൊന്നും പുറത്ത് കാണിച്ചില്ല. പോകുന്ന വഴിക്ക് ചെറിയൊരു പാലം കണ്ടു. അതിൻ്റെ സൈഡിൽ ചെറിയൊരു വാട്ടർഫോൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ വലിയൊരു പാറ പോലെ കണ്ടു. അപ്പോൾ അവിടെ ഇറങ്ങിയിട്ട് കുറച്ച് നേരം ടൈം അങ്ങനെ സ്പെൻഡ് ചെയ്തു. രസമുണ്ടായിരുന്നു കേട്ടോ. ഇവിടുന്ന് എങ്ങോട്ട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാലും നല്ല രസമാണ് കാണാനായിട്ട്. എല്ലായിടത്തും സീനറി എന്നുള്ള രീതിയിലായിരുന്നു. അപ്പോൾ നമ്മൾ ആ പാറയുടെ അവിടെയൊക്കെ കുറച്ച് നേരം ഇറങ്ങി നിന്ന് കണ്ടു. എന്നിട്ട് നമ്മൾ വീണ്ടും പുറപ്പെട്ടു. അതുപോലെ തന്നെ ഈ കാട് തീരുന്ന ഭാഗത്തായിട്ട് ഒരു ഐസ്ക്രീം വിൽക്കുന്ന ഒരാളെ കണ്ടായിരുന്നു. അപ്പോൾ നമ്മളവിടെ ഇറങ്ങിയിട്ട് ഒരു ഐസ്ക്രീമൊക്കെ വാങ്ങി കഴിച്ചു. ആക്ച്വലി ഒരു 14 വർഷം ബാക്കിലേക്ക് പോയ പോലെ തോന്നി. അതായത് ഞങ്ങളുടെ ഫസ്റ്റ് ബൈക്ക് ട്രിപ്പാണ് ആ സമയത്ത് ഞങ്ങൾക്ക് ഓർമ്മ വന്നത്. ഒരു കല്യാണം കൂടാൻ വേണ്ടിയിട്ട് നമ്മൾ കൂട്ടിക്കൽ പോയതാണ്. കല്യാണം കൂടി പിന്നെ നമ്മൾ നേരെ പീരമേടുക്ക് വിട്ടു. എന്നിട്ട് ഇതേപോലെ ഒരു ചെറിയ ചാറ്റൽ മഴയത്ത് നമ്മൾ ഓരോ ഐസ്ക്രീമൊക്കെ വാങ്ങി കഴിച്ചു. അതിനുശേഷം ഇപ്പോഴാണ് ആക്ച്വലി നമ്മൾ 2 പേരും മാത്രമായിട്ട് ബൈക്കിൽ ഒരു ട്രിപ്പ് പോണത്. അങ്ങനെ കുറേ നേരം അവിടെ നെസ്റ്റുമൊക്കെ അയവർത്തുകൊണ്ട് നിന്നു. പിന്നെ കുറച്ച് നേരം ഐസ്ക്രീം വിൽക്കുന്ന പയ്യൻ്റെ അടുത്ത് പോയി കഥയൊക്കെ പറഞ്ഞ് നിൽക്കുന്നുണ്ടായിരുന്നു. ആ നേരം കൊണ്ട് ഞാൻ അവിടെയൊക്കെ ഒന്ന് ചുറ്റി നടന്ന് കണ്ടു. അപ്പോൾ അവൻ പറഞ്ഞാണ് അറിഞ്ഞത് അവിടെ എപ്പോഴും ആന ഇറങ്ങുന്ന സ്ഥലമാണെന്ന് പറഞ്ഞു. പിന്നെ അവർക്കതൊരു വലിയ സീനായിട്ട് തോന്നില്ല, അവിടെ തന്നെ ഉള്ളവരല്ലേ. പിന്നെ നമ്മൾ നേരെ നമ്മുടെ ഡെസ്റ്റിനേഷനിലെത്തി. അവിടുന്ന് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. നമ്മുടെ മാമലക്കണ്ടം സ്കൂളിന് മുന്നിൽ നമ്മളെത്തി. അടിപൊളിയായിരുന്നു. സൂപ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ സൂപ്പർ. സ്കൂളിൻ്റെ ഗേറ്റ് ക്ലോസ്ഡ് ആണ്, അതുകൊണ്ട് തന്നെ നമുക്ക് പുറത്തുനിന്ന് കാണാനേ പറ്റുള്ളൂ. പക്ഷേ ഇത്രയും യാത്ര ചെയ്ത് വന്നത് വേർത്താണെന്ന് തോന്നി. ആ സ്കൂളും അതിൻ്റെ ആ ബാക്ക്ഗ്രൗണ്ടും അതുപോലെ തന്നെ ആ പച്ചപ്പ് വിരിച്ച സ്കൂളിൻ്റെ മുറ്റവും അവിടെ വെച്ചിരിക്കുന്ന ഒരു ബ്ലാക്ക് ബോർഡും ആ ബ്ലാക്ക് ബോർഡിൽ എഴുതിയിരിക്കുന്ന ഒരു ലൈനും കണ്ടപ്പോഴേക്കും നൈസായിട്ട് തോന്നിയിട്ട് അടിപൊളിയായിരുന്നു അത്. ആ ബ്ലാക്ക് ബോർഡിൽ എഴുതിയിട്ടുണ്ടായിരുന്നത് ഇങ്ങനെയായിരുന്നു: ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടി.
രസമില്ലേ? അതായത് അവിടുത്തെ ഒരു സ്റ്റുഡൻറ്റിനെ പോലെ ചിന്തിച്ചത് നോക്കുമ്പോൾ വല്ലാത്തൊരു ഫീലാണിത്. എനിക്ക് ഈ ബീച്ചുകളേക്കാളും കൂടുതൽ ഇഷ്ടം ഈ കാടും മലയും കുന്നും പുഴയും പച്ചപ്പൊക്കെയാണ് കേട്ടോ. അതുകൊണ്ട് ഭയങ്കര ഇഷ്ടമായി. പിന്നെ അവിടെ അങ്ങനെ കുറേ ടൈം സ്പെൻഡ് ചെയ്ത് അവിടെ കുറേ ജീപ്പ് ചേട്ടന്മാർക്ക് നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ അവർ ട്രക്കിങ്ങിന് പോകാൻ വിളിച്ചെങ്കിലും നമ്മൾ അതിന് പോയില്ല. പിന്നെ നമ്മൾ ആ പരിസര പ്രദേശം മുഴുവൻ നടന്നു കണ്ടു. വരുന്ന വഴിക്കും കുറേ കാഴ്ചകളുണ്ടായിരുന്നു. കുറേ അരുവികളും പുഴകളും ഒക്കെ ആയിട്ട് ഉച്ചയ്ക്ക് ഒരു 12 മണിയൊക്കെ ആയപ്പോഴേക്കും നമ്മൾ അവിടുന്ന് തിരിച്ചിറങ്ങി. തിരിച്ചു വരുന്നത് നേര്യമംഗലം വഴിയാണ്. നേര്യമംഗലം പാലം കഴിയുന്നത് വരെ ഞാൻ ഹാപ്പി ആയിരുന്നു. അത് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ മൂഡ് ഓഫായി. അത് പിന്നെ എനിക്ക് എപ്പോഴും ഉള്ളതാണ്, ഒരു നഷ്ടബോധമാണ് അതങ്ങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ. കിട്ടിയ കുറേ നല്ല ഓർമ്മകളും വെച്ചിട്ട് തിരിച്ചു വരുമ്പോഴാണ് വിശപ്പിൻ്റെ വിളി വന്നത്. അങ്ങനെ ഫുഡ് കഴിക്കാനായിട്ട് നമ്മൾ പെരുമ്പാവൂർ സിലോണിൽ കയറി ഓണസദ്യ കഴിച്ചു. കാശ് പോയി എന്ന് പറഞ്ഞാൽ മതിയല്ലോ, അല്ലാതെ എന്ത് പറയാനാണ്. തിരിച്ച് വരുന്ന വഴിക്ക് പിള്ളേർക്ക് സ്നാക്സും വാങ്ങി ഏകദേശം ഒരു 3 മണിയൊക്കെ ആയപ്പോഴേക്കും, അതിന് മുന്നേ നമ്മൾ വീട്ടിലെത്തി. വീട്ടിലെത്തിയത് മാത്രം ഓർമ്മയുണ്ട്, നേരെ കയറി കിടന്നൊരു ഉറക്കം ഉറങ്ങി. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ ട്രിപ്പിൻ്റെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അൺടിൽ ദെൻ ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു ഫോർ വാച്ചിങ്.